ഏകദേശം ഒരു മാസം മുന്നേ ഞാൻ ടൗണിൽ കൂടെ നടന്നു പോകുമ്പോൾ രാത്രി ഒരു 10-11 മണി കഴിഞ്ഞുള്ള സമയമാണ്. സമ്മർ ആയതുകൊണ്ട് കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരാൾ വന്നിട്ട് എൻ്റെ ഈ ഷോൾഡറിലെ ഈ ഭാഗത്ത് ഒരു സിറിഞ്ച് കുത്തിയിട്ട് അയാൾ എന്നെ തള്ളിയിട്ടിട്ട് ഓടിക്കളഞ്ഞു. ഓടില്ലെങ്കിലും പെട്ടെന്ന് നടന്നുപോയി. അപ്പോൾ ഈ സിറിഞ്ച് കുത്തിയിട്ട് എൻ്റെ നീഡിൽ പൊട്ടിയിട്ട് എൻ്റെ ഇവിടെ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നിലത്ത് വീണു. ആ സിറിഞ്ചിനകത്തൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു കാലി സിറിഞ്ച് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, നമ്മൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ കാണുന്ന സിറിഞ്ച് ഉണ്ടല്ലോ, ആ ഒരു ചെറിയ പ്ലാസ്റ്റിക് സിറിഞ്ച്, ഡിസ്പോസിബിൾ സിറിഞ്ചിൻ്റെ അടുത്ത് കുത്തിയിട്ട് ഓടിക്കളഞ്ഞു. ഇങ്ങനെ ഒരു സ്റ്റോറി നടന്നതുകൊണ്ട് ഏകദേശം ഞാൻ ഒരു മാസത്തോളമായിട്ട് എന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു. ഇതിപ്പോൾ എന്തെങ്കിലും വെറുതെ ഡ്രഗൊക്കെ അടിച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാർ ചിലപ്പം ആൾക്കാരെ കാണുമ്പോൾ ആക്രമിക്കാനും അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആൾക്കാർ നമ്മളോട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്ന് അറിഞ്ഞൂടാ. ഇനി അതല്ല വേറെ വല്ല HIV ഒക്കെ പരത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരാണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. പക്ഷേ ഞാനിവിടെ PhD സ്റ്റുഡൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് ഓൾറെഡി എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രെസ്സ് കാരണം എനിക്ക് ഒരുപാട് ഫെറ്റീഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള കോമൺ ഒരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഒക്കെ പലപ്പോഴും വരാറുണ്ട്, സ്ട്രെസ്സ് കാരണമുള്ള കേട്ടോ. അപ്പോൾ പക്ഷേ HIV അക്യൂട്ട് സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അതുപോലുള്ള സിംറ്റംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇവിടെ രാവിലെ പ്രത്യേകിച്ച് പോളനൊക്കെ ഹൈ ആയി നിൽക്കുന്ന സമയത്ത്, രാവിലെ തണുപ്പ് കൂടുന്ന സമയത്ത് ജനലൊക്കെ തുറന്നിട്ടാണ് കിടക്കുന്നതെങ്കിൽ ചെറിയൊരു ഫ്ലൂ പോലെ, നമുക്കൊരു സോർ ത്രോട്ട് പോലെയൊക്കെ വരാറുണ്ട്. അതും HIV ലക്ഷണമാണ്. അപ്പം ഞാൻ ഒരു ഏകദേശം 2 to 4 വീക്സ് കഴിയുമ്പോഴാണ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അത് സ്റ്റിൽ എനിക്കൊരു ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ. ഒരാളിങ്ങനെ ചെയ്തിട്ട് ചുമ്മാ ഒരു മനുഷ്യൻ ഇപ്പം എന്തിനാ അങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാനത് എന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഏകദേശം ഒരു മാസത്തോളം എന്നെ ഞാൻ ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഒബ്സർവേഷനിൽ ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് ഫീവർ ഒന്നുമില്ല, എൻ്റെ മേത്ത് റാഷസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ സ്റ്റിൽ എനിക്കൊരു പേടി, നമുക്ക് ഇങ്ങനെ ഒരാളിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ ഒരു ഓൺലൈൻ ബ്ലഡ് ടെസ്റ്റിൻ്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞാനൊരു ഓൺലൈൻ HIV ടെസ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അടുത്ത എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു 2 പാക്കേജാണ് അവർ എനിക്ക് അതിൻ്റെ കൂടെ തന്നത്. ഇത് നമ്മൾ ഈ ബ്ലഡ് എടുത്തതിന് ശേഷം നമ്മളത് സെൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു കവറിൽ നമ്മൾ ഇട്ടതിന് ശേഷം നമുക്കത് തിരിച്ചവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്താണ് നമ്മൾ ബ്ലഡ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് നമ്മൾ ബ്ലഡ് എടുക്കാനുള്ള നീഡിലാണ്. പിന്നെ ഇതിനകത്താണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യേണ്ടത്. ഇവിടെ അവരതിൻ്റെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഇത് എടുത്തതിന് ശേഷം അത് ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. നമ്മൾ സെൻഡ് ചെയ്യുമ്പം അതിന് കേടൊന്നും പറ്റാതിരിക്കാൻ. ഇതാണ് അതിൻ്റെ ബാക്കി പ്രൊസീജിയറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. സോ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ടെസ്റ്റിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ബ്ലഡ് കളക്ട് ചെയ്തിട്ടും ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ ലിങ്കിന് കയറിയതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എൻ്റെ ഇമെയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുന്നതോടുകൂടെ എൻ്റെ ടെസ്റ്റ് കംപ്ലീറ്റ്ലി രജിസ്റ്റേർഡായി. ഞാൻ ഇമെയിൽ കൊടുത്തപ്പോൾ അവരെനിക്ക് ഒരു ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടെസ്റ്റ് ഇനി റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഇമെയിലിൽ ആ റിസൾട്ട് എനിക്ക് കാണാൻ പറ്റും. നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ സാധനങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ഇതൊരു ആൽക്കഹോൾ വൈപ്പാണ്. പിന്നെ ഒരു ബാൻഡേഡ് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ഏത് ഫിംഗറിലാണോ ഇത് കളക്ട് ചെയ്യുന്നത് ആ ഫിംഗറിൽ ആദ്യം ആൽക്കഹോൾ വൈപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടയ്ക്കാം. അപ്പം ഇങ്ങനെ ബ്ലഡ് വരുന്നത് കാണാൻ പറ്റും. ഇനി ബ്ലഡിനെ നമുക്ക് ഇതിലോട്ട് കളക്ട് ചെയ്യണം. ഇതിലിങ്ങനെ 400 to 600 എന്ന് എഴുതിയ മാർക്കിൻ്റെ അതുവരെ നമുക്ക് ബ്ലഡ് കിട്ടണം.
ഇവർ ആക്ച്വലി ഒരു ബാൻഡേഡാണ് ഇവരെനിക്ക് തന്നത്. ആ ഒരു ബാൻഡേഡായിട്ട് നമ്മൾ ഇപ്പോൾ ഇടുണ്ടാവും. ബാക്കി എല്ലാ ഫിംഗറിന്നും ഇങ്ങനെ 3 ഫിംഗറിൽ നിന്ന് മാറി ബ്ലഡ് എടുത്തിട്ടാണ് ഏകദേശം ഇത്രയും ബ്ലഡ് കിട്ടിയത്. സോ നമ്മളെ സാമ്പിൾ ആയിക്കഴിഞ്ഞു. നമുക്ക് ഈ സാമ്പിൾ സെൻഡ് ചെയ്യണം. ഇനി നമ്മൾ ഈ ഒരു ബാഗിലാണ് ഇത് സെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Oh shit. അങ്ങനെ ഇന്ന് രാത്രി ഇപ്പം എനിക്ക് ഒരു മെയിൽ വന്നിരിക്കുകയാണ്, ഇതിൻ്റെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. സോ നോക്കാം. സോ അതിന് വേണ്ടി ആദ്യം ഞാൻ ഇവരുടെ QR കോഡ് ഞാൻ സ്കാൻ ചെയ്യും. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിലോട്ട് പോകും. എന്നിട്ട് നമ്മളെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തെടുക്കാം. ഫൈനലി ഗൈസ്, അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കുകയാണ്. അത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് എടുത്തു എന്ന് മാത്രം. പക്ഷേ ഈ പ്രൊസീജിയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവർ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അവരതിനെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് തരും. ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ലാബിലൊക്കെ പോയി ടെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരുപാട് സമയം ഇപ്പോൾ നമുക്ക് അതിനുവേണ്ടി എടുക്കാനുണ്ടാവില്ല. ഇങ്ങനെ ഒരു ചെറിയ സംശയത്തിൻ്റെ ഒക്കെ പുറത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് പോകും. ഒരു ഹാഫ് ഡേ ലീവൊക്കെ എടുത്തിട്ട് പോകേണ്ടി വരും. അപ്പം ആ ബുദ്ധിമുട്ടൊക്കെ കാരണമായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാരൊന്നും ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നന്നായി. ഇനിയിപ്പം വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാമല്ലോ. മറ്റേത് ആ ഒരു കാര്യം നമ്മളെ മനസ്സിലിങ്ങനെ ഉണ്ടാവും, എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തതെന്നുള്ളൊരു കാര്യം ഉണ്ടാവും. ഇതിപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു സം കൈൻഡ് ഓഫ് ഡ്രഗ് അഡിക്ട്സോ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ആൾക്കാർക്ക് നേരെ അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ എന്തായാലും ഇങ്ങനത്തെ ഉള്ള ഡിസീസുകളൊക്കെ നമ്മളെ മേത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു സംഭവം അല്ല അതെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റി. സോ ഇനിയും വേറെ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വേറെ കുറേ സാധനങ്ങൾ ഇതുപോലെ സിറിഞ്ച് വഴി ആൾക്കാർ പരത്താം. പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എൻ്റെ ലക്ഷണങ്ങളിലേക്കൊന്നും ഞാൻ വല്ലാതെ എനിക്ക് അങ്ങനെ ലക്ഷണങ്ങൾ തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ സ്ട്രെസ് കൊണ്ട് എനിക്ക് വരുന്ന കുറേ ലക്ഷണങ്ങൾ ഇതുമായിട്ട് ഭയങ്കരമായിട്ട് ഓവർലാപ്പ് ചെയ്തു. അപ്പോൾ എനിക്കതൊരു പേടിയായിരുന്നു. കാരണം അത് ഏത് വഴിയാണ് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ടെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ എന്തായാലും ടെസ്റ്റ് എടുത്തത് നന്നായി. ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ല. സോ ബൈ.